കാറൊടുക്ക സൊസൈറ്റി തട്ടിപ്പ് സംഘത്തിൽ ഒരാൾ കൂടി ഉള്ളതായി മൊഴി. സാമ്പത്തിക ഇടപാടുകൾക്ക് ഇടനിലനിന്നത് കോഴിക്കോട് സ്വദേശി നബീൽ. ഇയാൾ നേരത്തെയും തട്ടിപ്പിലൂടെ ലക്ഷങ്ങൾ തട്ടിയതായിട്ടാണ് സംശയം. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഈ കാറൊടുക്ക സൊസൈറ്റി തട്ടിപ്പ് വാർത്ത ജനം ടിവിയാണ് ആദ്യം പുറത്തു വന്നത്. അതിന് പിന്നാലെ അതിവേഗത്തിൽ തന്നെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. സൊസൈറ്റി സെക്രട്ടറി രതീഷ് പിടിയിലായി. അതിന് പിന്നാലെ ഇപ്പോൾ ജബ്ബാർ തട്ടിപ്പിൽ പ്രധാനിയാണ്, അയാൾ കൂടി പിടിയിലായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റെന്തൊക്കെയാണ് വാർത്ത? ഇതിന് ഈ കാറടുക്ക സൊസൈറ്റി തട്ടിപ്പ് സംഘത്തിൽ ഒരാൾ കൂടി ഉള്ളതായാണ് മൊഴിയിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാനമായും കോഴിക്കോട് സ്വദേശി നബീലാണ് സാമ്പത്തിക ഇടപാടുകൾക്ക് ഇടനില നിന്നതാണ് മൊഴിയിൽ പറയാൻ സാധിച്ചിട്ടുള്ളത്. പ്രധാന പ്രതിയായ സൊസൈറ്റി സെക്രട്ടറി രതീഷിനെയും രതീഷിന്റെ റിയൽ എസ്റ്റേറ്റ് പങ്കാളിയുമായ ജബ്ബാറിനെയും കഴിഞ്ഞ ദിവസമാണ് പോലീസ് തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. അവരുടെ അറസ്റ്റ് ഇന്നലെയാണ് രേഖപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ അവരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുള്ളത്. ഔദ്യോഗികമായ സ്ഥിരീകരണം പോലീസ് ഇപ്പോൾ നമുക്ക് നൽകുന്നില്ല എന്നതാണ് നമുക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ധാരാളം ആളുകളിലേക്കാണ് ഈ ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘം നീങ്ങുന്നത് എന്ന ഒരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും കോഴിക്കോട് സ്വദേശി നബീലിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇതിൽ ബ്രിട്ടനിൽ നിന്ന് 673 കോടി രൂപ ലഭിക്കാനുണ്ടെന്ന് പറഞ്ഞ് ജബ്ബാർ രതീഷിനെ വിശ്വസിപ്പിച്ചിരുന്നു എന്നാണ് രതീശൻ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിനായി റിസർവ് ബാങ്കിന്റെ പേരിലുള്ള വ്യാജരേഖ കാണിച്ചു എന്നും രതീശൻ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് രതീഷിന് സംഘം വാഗ്ദാനം ചെയ്തത് 5 കോടി രൂപയാണെന്നാണ് മൊഴിയിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. കാരണം ഈ തട്ടിപ്പ് നടന്ന ആഴ്ചകൾ പിന്നിട്ടിട്ടും പ്രധാന പ്രതിയെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിരുന്നില്ല. നമുക്കറിയാം, എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അടക്കം നിക്ഷേപ തുക ഈ ബാങ്കിൽ നിക്ഷേപിച്ച സംഭവം നമ്മളടക്കമുള്ള വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 4.73 കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ സെക്രട്ടറി രതീശൻ നടത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ മുഖ്യപ്രതിയെയും പ്രതിയുടെ കൂട്ടാളിയായ ജബ്ബാറിനെയും പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരിലേക്കാണ് ഈ അന്വേഷണം വ്യാപിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് സ്വദേശി നബീലിലേക്കും ഈ അന്വേഷണം എത്തി നിൽക്കുകയാണ്. രജനി, ഇപ്പോൾ ദിസ്ന പറഞ്ഞതുപോലെ തന്നെ രതീഷ്, നബീല്, ജബ്ബാർ, ഇനി ഒരാൾ കൂടെ ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇനി എത്ര പേര്? അതുമാത്രമല്ല, ഈ തട്ടിപ്പിന്റെ ആഴം എത്രത്തോളമാണ് എന്നുകൂടെ അന്വേഷിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ബാങ്കിന്റെ പേരിൽ, റിസർവ് ബാങ്കിന്റെ പേരിലാണ് വ്യാജരേഖ കാണിച്ച് ഇവർ തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത്. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളുടെ നിക്ഷേപ തുക, അതായത് 4 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇത്തരത്തിലൊരു നിക്ഷേപ തുകയുടെ തട്ടിപ്പ് നടത്തിയത്. കൂടാതെ സ്വർണ്ണ പണയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നൊരു ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് ഈ കാറടുക്ക സൊസൈറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. അതും CPM നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശം. CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവർ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. പ്രത്യേകിച്ച് രതീഷിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെയധികം വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും BJPയും അടക്കം വലിയൊരു രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. കാരണം രാഷ്ട്രീയപരമായി ഈ പ്രതിയെ സംരക്ഷിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. രജനി, ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവർ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. ഇപ്പോൾ മറ്റൊരു പ്രതിയെയും കൂടി, അതായത് കോഴിക്കോട് സ്വദേശി, അതായത് കാസർഗോഡ് നിന്ന് നിരവധി നിക്ഷേപകരിൽ നിന്ന് ഇത്തരത്തിൽ പണം തട്ടിയതായി മൊഴിയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഒരു കോഴിക്കോട് സ്വദേശി, അതും നബീലിനെ കൂടാതെ തന്നെ പലതരത്തിലുള്ള ഇടനിലക്കാർ ഇതിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ രതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. രതീശൻ ഇടനില നിന്നുകൊണ്ട് തന്നെ രതീശൻ അവർ നൽകാമെന്ന് പറഞ്ഞ തുക എന്ന് പറയുന്നത് 5 കോടി രൂപയാണ്. ഇത്തരത്തിൽ വിവിധ കണ്ണികളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ വലിയ എന്തായാലും കാറടുക്ക സൊസൈറ്റി തട്ടിപ്പിൽ ഇനിയും നിരവധി പേർ അകത്താകാനുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരാൾ കൂടി ഇതിൽ പങ്കാളിയാണ് എന്നുള്ള മൊഴിയാണ് ലഭിച്ചിട്ടുള്ളത്. വിശദമായ അന്വേഷണം തന്നെയാണ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്.